കൃഷിയുള്ള, കച്ചവടമുള്ള, നഗരങ്ങളുള്ള, ഗ്രാമങ്ങളുള്ള, തോട്ടങ്ങളുള്ള, ഗ്രാമീണ ഭംഗിയുള്ള ഒരു ലൈഫ് ഫ്രഷായി പോകുന്ന ആളും ചിലപ്പോൾ ഗൾഫിൽ BMW പോവുക. അവിടുത്തെ ലൈഫ് സ്റ്റൈൽ ഒന്ന് വേറെയാണ്. പക്ഷെ അവിടെ അപ്പാർട്ട്മെൻറ്റ് ലൈഫ്, വലിയ കാറ്, വലിയ റോഡ്, വലിയ സൗകര്യം. മേപ്പാടിയിലെ ചൂരൽമലയിലെ കുഞ്ഞുങ്ങൾ ഇസ്ലാമിന് ഉത്തരമില്ലാതെ പാലിനേക്കാൾ വെളുത്ത, തേനിനേക്കാൾ മധുരമുള്ള, കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ള പാനീയം ഉണ്ട്. അരിസ്റ്റോട്ടിലില്ല, ഗ്യാലനില്ല, എപ്യൂക്കറസ് ഇല്ല, തിരുക്കുറളില്ല, തിരുവള്ളവറില്ല, കാളിദാസനില്ല. ഇല്ല എന്ന് പറഞ്ഞിട്ടൊരു മാലകെട്ട ആരാണുള്ളത് എന്നുള്ള ഒരു ചോദ്യമാണ്. പുരുഷന്മാർക്ക് ഹൂർലിങ്ങളുണ്ട്. ഒന്ന് സ്വർഗത്തെക്കുറിച്ച് പറയുന്ന ഒരു കൺസെപ്റ്റ്, അതും ഈ എക്സ് മുസ്ലിംസ് വല്ലാതെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. ഹൂർലിങ്ങൾ അതിലൊന്നു മാത്രമാണ്. ഇത് ഒരു ഒറ്റ വാക്കിന് പറഞ്ഞു പോയാൽ, ഈ ചോദ്യത്തിൻ്റെ മറുപടിയായിട്ട് ഒരു അനുബന്ധം കൂടി പറയാണ്. ഇസ്ലാമിൻ്റെ പല മഹത്വവും നമ്മൾ മനസ്സിലാക്കിയതുപോലെ അത്ഭുതപ്പെടുത്തുന്ന വേറൊരു കാര്യം കൂടി ഇതിലുണ്ട്. ഇവരെ പറയും, ആ പ്രചരണം ഇവിടെ കാര്യമായി കൊണ്ടുവന്നത് ഇ.എ. ജബ്ബാറാണ്. അദ്ദേഹമൊക്കെ ഇതിന് മാത്രം ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. മാപ്പിളാരെ സ്വർഗത്തിൽ ഇതായിരുന്നു, എവിടെ നോക്കിയാലും പാൽപ്പുഴ, എവിടെ നോക്കിയാലും തേൻപുഴ, എങ്ങോട്ട് നോക്കിയാലും പെണ്ണുങ്ങൾ, ഇങ്ങനൊരു സഭയിൽ പറയാൻ പറ്റാത്ത സ്വർഗമാണ്. പക്ഷെ നമ്മളും അത് കേട്ട് കുറേ അങ്ങനെ വിശ്വസിച്ചു. പക്ഷെ നിങ്ങൾ ഖുർആൻ മൊത്തം ചെക്ക് ചെയ്ത് നോക്കൂ. ഖുർആനിൽ സ്വർഗത്തെക്കുറിച്ച് പറയുന്ന ധാരണ എന്താ അറിയോ? ഖുർആനിൽ പറയുന്നത് ഒരു ഡ്രീം വേൾഡ് അല്ല, ഒരു റിയൽ ലൈഫാണ്. കൃഷിയുള്ള, കച്ചവടമുള്ള, നഗരങ്ങളുള്ള, ഗ്രാമങ്ങളുള്ള, തോട്ടങ്ങളുള്ള, ഗ്രാമീണ ഭംഗിയുള്ള ഒരു ലൈഫാണ് സ്വർഗം. ഒരു ഉദാഹരണം, ജന്നാത്തു അദ്നിൻ അല്ല ജസാഉഹും ഇൻദ റബ്ബിഹിം. മുഅ്മിനീങ്ങൾക്ക് അള്ളാഹിൻ്റെ അരികെയുള്ള പ്രതിഫലം, ഞാൻ ഹുർലിങ്ങൾ പറയാം. അള്ളാഹിൻ്റെ അരികെയുള്ള പ്രതിഫലം ജന്നാത്തു അദ്നിൻ. അദിൻ എന്ന തോട്ടമാണ്. ആ അദിൻ എന്ന തോട്ടം, സ്വർഗം എന്ന് പറഞ്ഞാൽ തോട്ടം എന്നാണ് എവിടെയും പറഞ്ഞത്, മാൾ എന്നല്ല. സ്വർഗം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കയറുക ദുബൈ മാളൊക്കെയാണ്. അതൊന്നുമല്ല, ഒരു ഗ്രാമമാണ്, ഒരു തോട്ടമാണ് സ്വർഗം. തെജരീമിൻ തഹ്തിഹൽ അൻഹാർ, അവിടെ നദിയുണ്ട്, പുഴയുണ്ട്, അരുവിയുണ്ട്, വെള്ളച്ചാട്ടമുണ്ട്, മീനുകളുണ്ട്. പിന്നെയോ ഖാലിദീന ഫീഹ, അതായത് മനുഷ്യൻ്റെ വിനോദസങ്കല്പങ്ങൾ 1400 കൊല്ലം മുമ്പ് ഖുർആൻ എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് 2025-ലും. അതാണ് അവിടെയുള്ള മുഅ്ജിസത്ത്. ഖാലിദീന ഫീഹ, അവിടെ നിങ്ങൾക്ക് പൗരത്വം ഉണ്ടാകും. ഇപ്പോൾ ഗൾഫിലൊക്കെ വലിയ സൗകര്യത്തിൽ ജീവിക്കുന്ന ഒരുപാട് പ്രവാസികളുണ്ട്. നാട്ടിൽ ഓട്ടോറിക്ഷയിൽ പോകുന്ന ആളും ചിലപ്പോൾ ഗൾഫിൽ BMW പോവുക. അവിടുത്തെ ലൈഫ് സ്റ്റൈൽ ഒന്ന് വേറെയാണ്. പക്ഷെ അവിടെ അപ്പാർട്ട്മെൻറ്റ് ലൈഫ്, വലിയ കാറ്, വലിയ റോഡ്, വലിയ സൗകര്യം. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, എന്താ അറിയോ? പൗരത്വം ഇല്ല. ഹുക്കൂമത്തൊരു പുതിയ നിയമം കൊണ്ടുവന്ന പിറ്റേന്ന് രാവിലെ കയറി വരണം, എൻ്റെ 20 കോടി റുപ്യ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് പറയലേ ഉണ്ടാവുള്ളൂ, ഭയം ഉണ്ടാവില്ല. അപ്പോൾ ഖുർആൻ എടുത്തടിച്ച് പറഞ്ഞു, നിങ്ങൾ സ്വർഗത്തിലെത്തിയാൽ അതിഥികളോ അഭയാർത്ഥികളോ ഒന്നും ആവൂല. ഖാലിദീന ഫീഹ, അവിടെ ആധാർ കാർഡ് ഉണ്ടാകും, നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ. അവിടുത്തെ നാഷണാലിറ്റി ഉണ്ടാകും, അവിടുത്തെ ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടാകും, അവിടുത്തെ വോട്ടവകാശം ഉണ്ടാവും, അവിടുത്തെ റേഷൻ കാർഡ് ഉണ്ടാവും. നിങ്ങൾ അഭയാർത്ഥി ക്യാമ്പിലായിരിക്കില്ല. പിന്നെ അടുത്ത സ്റ്റെപ്പിൽ എന്ന് പറഞ്ഞാൽ ഖാലിദീന ഫീഹ റളിയല്ലാഹു അൻഹും വറളു അൻ. അത് വളരെ വലിയൊരു പോയിൻ്റാണ്. കാരണം പൊതുവെ ദുനിയാവിൻ്റെ ഒരു ഘടന, നമ്മൾ കൗതുകത്തോടെ നേടാൻ ആഗ്രഹിച്ച കാര്യം നേടിയാൽ പിന്നെ അതിന് വാല്യൂ ഉണ്ടാവില്ല. ഇയാളെ കാണാനാണോ ഇത്ര മെനക്കെട്ടത്, ഇയാളെ കേൾക്കാനാണോ ഇത്ര ഇടം വരെ വന്നത്, അങ്ങനെയായിരിക്കും പറയാറുള്ളത്. തന്നെ എന്താ, ഇതൊരു പാട്ടുമില്ലേ, എന്താ, ഹേർഡ് മെലഡീസ് ആർ സ്വീറ്റ് ബട്ട് ദോസ് അൺഹേർഡ് ആർ സ്വീറ്റസ്റ്റ്. കേട്ട പാട്ടുകൾ മധുരതരം, കേൾക്കാത്ത പാട്ട് അതിമധുരം. അപ്പോൾ കുറച്ചാകുമ്പം മടുക്കും. ഇപ്പോൾ വലിയ വലിയ നേതാക്കന്മാർ 3-4 വട്ടം കാണുമ്പോൾ ഒക്കെ ഒരു രസം ഉണ്ടാവും. ഏത് കാറാ, എങ്ങനെയൊക്കെ ഉള്ളവരാ, എപ്പം കണ്ടാലോ. പിന്നെ അതൊരു ബാധ്യതയായി. ദുനിയാവിൽ അങ്ങനെ തന്നെയാണ്. പക്ഷേ ആഖിറത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അള്ളാഹ് എന്ത് പറഞ്ഞെന്നോ? അള്ളാഹ്ക്ക് ഇവരെയും മടുക്കൂല, ഇവർക്ക് അള്ളാഹിനെയും മടുക്കൂല. രണ്ടാം ഭാഗം പറയുമ്പോൾ ഒന്നുകൂടി മനസ്സിലാവും. വറളു അൻ, ഈ മുഅ്മിനീങ്ങൾക്ക് അള്ളാഹ് മതി. കുറേ അള്ളാഹിൻ്റെ ലിക്കാഹ് ആസ്വദിച്ചാൽ സംഭവം അള്ളാഹു ഭയങ്കരമാണ്, പക്ഷേ ഒരു പുതിയ അള്ളാഹിനെ കിട്ടിയാൽ തരക്കടില്ലേനും എന്ന് കുറേ കാലം തോന്നിയാൽ തോന്നൂല. റസൂലുള്ള ആള് വലിയതാണ്,
സ്വർഗത്തിലും ഭൂമിയിലും ദുനിയാവിലും വെച്ച് ഇതിൻ്റെയൊക്കെ വലിയൊരു അധ്യക്ഷനാണ്. പക്ഷേ കുറേ കാലമായില്ലേ ഈ റസൂലുള്ളാഹിനെ കാണുന്നു. പക്ഷേ ഇന്ന് ഞാൻ കാണാൻ പോകുന്നില്ല. റസൂലുള്ളാഹി സ്വർഗത്തിൻ്റെ ഉയർന്ന പദവിയിൽ നിന്ന് താഴേക്ക് ആളുകളെ കാണാൻ വരുന്നതാണ് ഹദീസ്. എപ്പോഴും എല്ലാ ഞായറാഴ്ചയും കാണുന്നതല്ലേ, ഇതെല്ലാ വെള്ളിയാഴ്ചയും കാണുന്നതല്ലേ, ഇന്നെനിക്ക് കാണാൻ കഴിയല എന്നാരും വിചാരിക്കൂല. കണ്ടാലും കണ്ടാലും പൂതി മാറില്ല. അള്ളാഹിനെ കണ്ടാലും റസൂലുള്ളാഹിനെ കണ്ടാലും എന്നാ അള്ളാഹ്ക്ക് തോന്നുമോ കുറേ കാലമായില്ലേ ഇവർക്ക് തിന്നാൻ കൊടുക്കുന്നത് സ്വർഗത്തിൽ, എന്തൊരു ചെലവാ, ഇനി ആളെ മാറ്റി പുതിയ ടീമിനെ കൊണ്ടുവരാം എന്ന് അള്ളാഹ്ക്കും തോന്നൂല. പൗരത്തായി, തൃപ്തിയായി, വിനോദായി, കൗതുകമായി, തോട്ടായി, നദിയായി, പുഴയായി. പിന്നെ ഇനി എന്താ വിനോദത്തിന് ഇപ്പോൾ വേണ്ട? എന്താ? ഞാൻ ഇലോൺ മസ്കിൻ്റെ കഥ പറഞ്ഞില്ലേ, ലോകത്തെ ശത കോടീശ്വരന്മാരും അവരുടെ ജോലി ഫ്രീ ആവുന്ന ഓഫ് സമയത്ത് എന്താ ചെയ്യുന്നത്? ചെരുപ്പ് ഊരും, ഡ്രസ്സ് ഊരും, ആടെയും ഇവിടെയും മാത്രം മറക്കും, കടലിൻ്റെ കരയിൽ പൂയിൽ കിടന്നുറങ്ങും. അല്ലേ സ്വിറ്റ്സർലൻഡിൽ പോകും, ആഫ്രിക്കയിൽ പോവും, ബൊളീവിയയിൽ പോവും, ഏതെങ്കിലും കാടിൽ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ പോയിന്റുകളായ കാടുകളിൽ പോയി മരത്തിൻ്റെ മുകളിൽ ഹട്ടുണ്ടാക്കി കുരങ്ങിൻ്റെ ഒപ്പം 2 ആഴ്ച ജീവിക്കും. അല്ലെങ്കിൽ വലിയ മലകളിൽ പോയി അവിടെയുള്ള ജീവികൾക്കും ജന്തുജാലങ്ങൾക്കും ഗോതമ്പ് എറിഞ്ഞു കൊടുക്കും, അരി എറിഞ്ഞു കൊടുക്കും, പഴം എറിഞ്ഞു കൊടുക്കും. ലോകത്തിൻ്റെ വിനോദസങ്കല്പം ഇപ്പോഴും ഇതൊക്കെ തന്നെയാണ്. ഇസ്ലാമിലെ സ്വർഗം അശാസ്ത്രീയമായ സ്വർഗമാണെന്ന് ഇ എ ജബ്ബാറിന് വാദമുണ്ടെങ്കിൽ, നിങ്ങൾ അല്ലെങ്കിൽ അത്തരക്കാർക്ക് വാദമുണ്ടെങ്കിൽ, ഖുർആൻ 1400 കൊല്ലം മുമ്പ് മുന്നോട്ട് വെച്ച വിനോദസങ്കല്പം ഇന്ന് അപ്രായോഗികമാണ്, അശാസ്ത്രീയമാണ്, വിനോദസങ്കല്പത്തിൻ്റെ ഭാഗമായി വരുന്നില്ല എന്നാദ്യം പറയണം. നടക്കൂല. ലോകം ഇപ്പോഴും ഇവിടെ തന്നെ ഉള്ളത്. കാട് പോവുക, നദിക്കരെ പോവുക, പൗരത്വം സ്വീകരിക്കുക. ഇതിപ്പോൾ കാനഡയിലെ പ്രശ്നം എന്താ? കാനഡയിൽ വലിയ ഒരുപാട് പ്രദേശം ജനങ്ങൾ കുറവാണ്. അപ്പോൾ 5 കൊല്ലം താമസിച്ചാൽ നാഷണാലിറ്റി കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ച് ലോകത്തിപ്പോഴും. അപ്പോൾ കാനഡയിലേക്ക് ഇന്ത്യയിൽ നിന്ന് ആൾക്കാർ ഒഴുകി. തെക്കൻ കേരളത്തിൽ നിന്നുള്ള എത്ര ആളുകൾ കാനഡയിലുണ്ടിപ്പോൾ? ഞാൻ ആ വിഷയത്തേക്ക് പോവുകയല്ല. ദുബൈയിലേക്കുള്ള ഒഴുക്ക് കുറയുകയും കാനഡയിലേക്കുള്ള ഒഴുക്ക് കൂടുകയും ചെയ്തു. കാരണം ആളുകൾക്ക് ആവശ്യം നാഷണാലിറ്റിയാണ്, സൗകര്യമല്ല. അപ്പോൾ പിന്നെ ദുബൈ പ്രഖ്യാപിച്ച കാനഡ മുന്നോട്ട് പോയപ്പോൾ ചില യൂറോപ്യൻ രാജ്യങ്ങളും ആ മെത്തേഡ് സ്വീകരിച്ചപ്പോൾ ദുബൈ പയറ്റിയ അടവാണ് ഗോൾഡൻ വിസ. നാഷണാലിറ്റി കൊടുക്കുന്നില്ല, പക്ഷെ 10 കൊല്ലത്തേക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ജനങ്ങളുടെ വിനോദസങ്കല്പത്തിൻ്റെ മറ്റൊരു തലമാണ് പൗരത്വം. അത് ഖുർആൻ പറഞ്ഞു, എത്രയോ നേരത്തെ പറഞ്ഞു. പിന്നെ അവിടെ ബാക്കിയായി പോകുന്ന ഒരേ ഒരു കാര്യം, എല്ലാ ടെൻഷനും എല്ലാ പ്രശ്നവും ഏത് ബെഞ്ചമിൻ നെതന്യാഹു ആയാലും, ഏത് അഡോൾഫ് ഹിറ്റ്ലർ ആയാലും, ഏത് ഡൊണാൾഡ് ട്രംപ് ആയാലും, ഏത് വ്ളാഡിമിർ പുടിൻ ആയാലും, ഏത് നമ്രൂദ് ആയാലും, ഏത് റംസീസ് ആയാലും ഒരു വിഷയത്തിൽ സെയിമാണ്. ചെറിയ കുട്ടികളെ പരിപാലിക്കുന്ന വിഷയത്തിലും തലോടുന്ന വിഷയത്തിലും ഏത് ക്രൂരന്മാർക്കും ഭയങ്കര കൗതുകം ഉണ്ടാകും. കുഞ്ഞുങ്ങളൊപ്പം ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് വിനോദത്തിൻ്റെ പ്രധാന ഭാഗം. ഗൾഫിൽ നിന്ന് വന്നിട്ട് 2 മാസം എന്താ പണി? നാടൻ വർത്താനം. ഒന്നുമില്ല, മോളെ കുഞ്ഞുങ്ങളെ കളിപ്പിക്കാലോ, ഏറ്റവും ചുരുങ്ങിയത് അതന്നെ പോരെ. ഇതല്ലേ നമ്മുടെ വർത്താനം? സ്വർഗത്തിൽ അതും അള്ളാഹു പറയാതെ വെച്ചില്ല. യതൂഫു അലൈഹിം ബിൽദാനും മുഖല്ലദൂൻ ബിഅക്വാബിൻ വഅബാരീക് വകഅസിൻ മിൻ മഈൻ. സ്വർഗത്തിൽ കടന്നാൽ ഇടം വലങ്ങളിലൂടെ കുഞ്ഞുങ്ങൾ ഓടിക്കളിക്കും, ബഹളങ്ങളുണ്ടാക്കി, ലഹളയുണ്ടാക്കി, കുതൂഹലങ്ങളുണ്ടാക്കി. അതും ഏത് കുഞ്ഞുങ്ങൾ? ഏതാണ് ആ വിൽദാനും മഹല്ലദൂൻ? പ്രായപൂർത്തിക്ക് മുമ്പേ മരണപ്പെട്ടു പോയ ബാലികാബാലന്മാർ എന്ന് പറഞ്ഞാൽ ഗാസയിലെ കുഞ്ഞുങ്ങൾ, സിറിയയിലെ കുഞ്ഞുങ്ങൾ, യമനിലെ കുഞ്ഞുങ്ങൾ. ഞാൻ തുടങ്ങിയിടത്തേക്ക് പോയി അവസാനിപ്പിക്കട്ടെ. മേപ്പാടിയിലെ ചൂരൽമലയിലെ കുഞ്ഞുങ്ങൾ. ഇസ്ലാമിന് ഉത്തരമില്ലാതില്ല. വെള്ളത്തിൽ പെടുന്നതിനെ ഒലിച്ചു പോയ കുട്ടികൾ സ്വർഗത്തിലെ വാളണ്ടിയേഴ്സാണ്. ഇസ്രായേലിൻ്റെ മിസൈലിൽ കരിഞ്ഞു പോയ കുട്ടികൾ സ്വർഗത്തിലെ വാളണ്ടിയേഴ്സാണ്. സിറിയയിൽ ഐലൻ കുർദിയെ നിങ്ങൾ ഓർക്കുന്നില്ലേ? കമിഴ്ന്ന് കിടക്കുന്ന ആ ഒരു ഞെട്ടറ്റ് വീണ പൂ പോലെയുള്ള കുരുന്ന്, ആ കുരുന്ന് നേരത്തെ പോയത് സ്വർഗത്തിലെ വളണ്ടിയറായി പോയതാണ്. ഇതല്ലേ ഇസ്ലാമിൻ്റെ വിശ്വാസം? അപ്പോൾ കുഞ്ഞുങ്ങളും ഉണ്ട്. സ്വർഗസങ്കല്പം അങ്ങനെയായിരിക്കെ ഞാൻ ഷോട്ടാക്കുകയാണ്. ഇവിടെ കൊണ്ടുപിടിച്ച ഒരു ഫേക്ക് ക്യാമ്പയിനാണ്. മാപ്പിളാര് പറയുന്ന സ്വർഗത്തിൽ ഇടത്തോട്ട് നോക്കിയ പാലിൻ്റെ പുഴ, വലത്തോട്ട് നോക്കിയ തേനിൻ്റെ പുഴ,
മുമ്പോട്ട് നോക്കിയാൽ മാറ് തുറന്ന പെണ്ണുങ്ങൾ, അത് അവരുടെ സ്വപ്നമാണ്. മറിച്ച് ഒരു പൂർത്തീകരണത്തിന് തീർച്ചയായും സ്വർഗത്തിൽ പാലിനേക്കാൾ വെളുത്ത, തേനിനേക്കാൾ മധുരമുള്ള, കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ള പാനീയം ഉണ്ട്. അത് അതിൻ്റെ പെർഫെക്ഷനാണ്. 4 ഭാഗത്തും അതല്ല. 4 ഭാഗത്തും അതാണെങ്കിൽ അത് അഭംഗിയായനെ. കുടിക്കുന്ന മൊത്തം അതൊന്നുമല്ല. സ്വർഗത്തിൽ സ്ത്രീകളുണ്ട്. പുരുഷന്മാർക്ക് സ്ത്രീകൾ നിർബന്ധമാണ്, സ്ത്രീകൾക്ക് പുരുഷന്മാർ നിർബന്ധമാണ്. സ്ത്രീകളുണ്ട് എന്ന് പറയുമ്പോൾ പിന്നെന്തേ പറയേണ്ടത്? 10 പെറ്റ തള്ളയുണ്ട് എന്നാണ് പറയേണ്ടത്? അല്ലല്ലോ. ഉടയാത്ത ശരീരമുള്ള സ്ത്രീകളുണ്ട് എന്ന് തന്നെയാണ് പറയേണ്ടത്. അതാണ് ഡീസൻസി. അതേസമയം അവിടെ ഒരു ചോദ്യം വരും, ഉടയാത്ത ബോഡിയുള്ള പുരുഷന്മാർ ഉണ്ട് എന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല? അത് ഇസ്ലാം വിഭാവനം ചെയ്യുന്ന സ്ത്രൈണതയും പൗരുഷവും രണ്ടായത് കൊണ്ടാണ്. സ്ത്രീയുടെ ആഗ്രഹം മനസ്സിൽ ഒളിപ്പിക്കുന്നു. ആ മാന്യത അള്ളാഹുവും കീപ്പ് ചെയ്തു. പുരുഷൻ സുഹൃത്തുക്കളോടെങ്കിലും പങ്കുവെക്കും കാര്യങ്ങൾ. ആ പുരുഷൻ്റെ പ്രകൃതം അള്ളാഹുവും അതേപടി പറഞ്ഞു. അതാണ് അതിൻ്റെ ഒന്നാമത്തെ കാര്യം. ഞാൻ ഈ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഓർത്തതാണ്, സ്വർഗത്തിലെത്തിയപാട് വിളമ്പുന്ന പാനീയം. ആ പാനീയത്തെക്കുറിച്ച് ഖുർആൻ എന്താ പറഞ്ഞറിയോ? ഇഞ്ചി ജ്യൂസാന്നാണ് പറഞ്ഞത്. ഇഞ്ചി ജ്യൂസ് ഏതായിരുന്നു? മിസാജുഹാ സഞ്ചബീല. സ്വർഗത്തിലെ പാനീയത്തിൻ്റെ ചേരുവ സഞ്ചബീല, ഇഞ്ചിയാണ്. ഇപ്പം ഇഞ്ചി ജ്യൂസ് കുടിക്കാനാണോ ഇത്രയും മെനക്കെടുന്നെന്ന് ചിന്തിക്കണ്ട. അത് അവിടെയുള്ള ഇഞ്ചിയും അത് കുടിക്കുമ്പോൾ രസം കിട്ടുന്നൊരു ബോഡിയും ഒരു മെറ്റബോളിസം ഉണ്ടാകും. അതും ഖുർആൻ പറഞ്ഞു, ഇന്ന അൻശഅനാഹുന്ന ഇൻഷാ ഫജഅൽനാഹുന്ന അബ്കാറ ഉർബൻ അത്റാബ. ഈ ശരീരഘടനയായിരിക്കില്ല, ഈ ഡൈജഷൻ സിസ്റ്റം ആയിരിക്കില്ല, ഈ നിറവും ഈ ശരീരത്തിൻ്റെ ഈ മെറ്റബോളിസം ഒന്നും ആയിരിക്കില്ല. ഒക്കെ ഇതേ വ്യക്തിയെ മറ്റൊരു രൂപത്തിൽ അള്ളാഹു മാറ്റും എന്ന് സൂറ വാഖിയ. അപ്പോൾ അവിടെ സപ്ലൈ ചെയ്യുന്ന സാധനം ഏതായാലും ഇഞ്ചി ജ്യൂസാണ്. പിന്നെ അവിടെയുള്ള ഫ്രൂട്ട്സോ, അതും ഖുർആൻ എന്താ പറഞ്ഞത്? നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പല ഫ്രൂട്ട്സും സ്വർഗത്തിലും കിട്ടും. ഞാനതാ പറഞ്ഞത്, ഡ്രീം വേൾഡ് അല്ല, റിയൽ ലൈഫാണ്. ഫി സിദ്രിൻ മഖ്ലൂദ് വതൽഹിം മൻലൂദ് വളില്ലിം മംദൂദ് വമാഇൻ മസ്കൂബ് വഫാകിഹത്തിൻ കസീറ ലാ മഖ്തൂഅത്തിൻ വലാ മംനൂഅ വഫുർഷിൻ മർഫൂഅ. അങ്ങനെ പോകുന്നു. അവിടെ പറയുന്നത് എന്താണ്? ഫി സിദ്രിൻ മഖ്ലൂദ്, മുള്ളില്ലാത്ത ഫ്രൂട്ട്സ്, ആപ്പിൾ, മുന്തിരി. വതൽഹിൻ മൻലൂദ്, പഴുത്ത നേന്ത്രക്കായ്. സ്വർഗത്തിലുള്ളത് ഏതോ സാധനങ്ങളല്ല, മുന്തിരി, ആപ്പിൾ, നേന്ത്രപ്പഴം, ത്വൽഹുൻ മൻലൂദ്, ഇഞ്ചി. ഇതൊക്കെയാണ് ഖുർആൻ എണ്ണി പറഞ്ഞ സാധനം. ഇത്രയും വലിയൊരു സങ്കല്പം ലൈഫ് ഖുർആൻ സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോഴാണ് അതിൻ്റെ ഒരു മൂലയിൽ നിന്ന് ഈ ഒരു ചെറിയ ദുർബലമായ വാദം, പാൽപ്പുഴ, മദ്യപ്പുഴ, തേൻപുഴ, അത് വേണ്ടവർക്ക് അതുമുണ്ട്. അത് ദുനിയാവിലില്ലാത്തത് കൊണ്ട് കൗതുകത്തിന് പറഞ്ഞു. അത് സ്പെഷ്യൽ ഭക്ഷണമാണ്, സ്വർഗത്തിലെ സ്പെഷ്യൽ ഭക്ഷണമാണ്. സ്വർഗത്തിൽ കടന്നപാട് ഒരു കല്യാണത്തിനാണ് നമ്മൾ സംബന്ധിക്കുക. ഹദീസിൽ കാണാം, ആസിയ ബീവിയെയും മറിയം ബീവിയെയും പുണ്യനബി നിക്കാഹ് ചെയ്യുന്ന തൃക്കല്യാണം, തിരുകല്യാണം. അതിൻ്റെ ഭക്ഷണം ഹദീസിലുള്ളത് കടൽ മത്സ്യത്തിൻ്റെ കരൾ വേവിച്ചതും തസ്നീം അരുവിയിലെ പാനീയവും. കാരണം അതൊരു കല്യാണമാണ്. കല്യാണത്തിന് പൊതുവെ ആരും പച്ചവെള്ളത്തിൽ പഞ്ചസാരയും ഉള്ളിയും മുറിച്ചിട്ട് കൊടുക്കാറില്ല ഇപ്പോൾ പൊതുവെ. അപ്പോൾ അവിടെ പിസ്ത വെള്ളം വരും, ജ്യൂസ് വരും. ആ സ്ഥാനത്ത് തസ്നീം അരുവിയിലെ പാനീയം. അതിനെ വിശദീകരിച്ചപ്പോഴാണ് പറഞ്ഞത്, കസ്തൂരിയേക്കാൾ സുഗന്ധം, പാലിനേക്കാൾ വെണ്മ, തേനിനേക്കാൾ മധുരം. അത് കല്യാണത്തിനും ഒക്കേഷൻസിനും വിശേഷാൽ സന്ദർഭങ്ങളിലും വിളമ്പപ്പെടുന്ന പാനീയമാണെന്ന് ഹദീസിൽ കൃത്യമായി പറയുന്നു. പിന്നെ അത് ഹൂർലിങ്ങളുടെ വിഷയത്തിൽ ഒരു കാര്യം കൂടി പറയാനുണ്ട്. അത് പൊതുവെ ആലിമീങ്ങൾ, മുൻഗാമികളായ ആലിമീങ്ങൾ അധികം പറഞ്ഞത് കാണാറില്ല. ഏത് വിഷയം? എല്ലാവരും പറയുന്ന ഒരു ഉത്തരം ഇതാണ്, സ്വർഗത്തിൽ ആഗ്രഹിച്ചത് മൊത്തം കിട്ടും എന്നാണ് സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞത്. അപ്പോൾ സ്വർഗത്തിൽ സ്ത്രീ മനസ്സ്, ഞാൻ നേരത്തെ പറഞ്ഞു, ലൈംഗിക വികാരങ്ങളും കാമ സ്വപ്നങ്ങളും അവരുടെ ആ ഒരു ഫാൻറ്റസീസ്, അത് പൊതുവെ മാന്യതയുള്ള സ്ത്രീകൾ പുറത്തു പറയാറില്ല, സ്വകാര്യതയായി വെക്കാറാണ്. ആ നാച്ചർ ഖുർആൻ അതേപടി കാത്തു സൂക്ഷിച്ചു. പുരുഷൻ്റേത് ഒരു ജനറലൈസ് ചെയ്തുകൊണ്ട് പറഞ്ഞു. രണ്ടാമത് പറയാറുള്ളത്, ആഗ്രഹിച്ചത് മുഴുവൻ കിട്ടും എന്നാണ് സ്വർഗത്തിൻ്റെ ഒരു തത്വം. ഞാൻ ഈ പെണ്ണിൻ്റെ ഈ ഹൂർലിങ്ങളുടെ വിഷയത്തിലേക്ക് വരികയാണ്. അവിടെ സ്ത്രീകൾ പൊതുവെ സ്നേഹം കൊടുക്കുന്ന, സംതൃപ്തിയുള്ള ഒരു ഭർത്താവിനെ ലഭിച്ചാൽ ഒരിക്കലും മറ്റൊരു ബന്ധത്തിന്, പരബന്ധത്തിന്
സ്ത്രീകൾ ആവശ്യപ്പെടേണ്ടി വരുന്ന വിധം അങ്ങനെ ഒരു മനസ്സ് അവർക്കില്ല. സ്ത്രീകൾ അങ്ങനെ ഒരു വേലി ചാടിപ്പോകുന്ന അവസ്ഥയിൽ വരാറുള്ളത് ഒന്നുകിൽ സ്വന്തം പങ്കാളിയെക്കുറിച്ച് അഭിപ്രായമില്ല, മാനസികമായ പ്രശ്നങ്ങളുണ്ട്, സ്നേഹം കിട്ടുന്നില്ല, വഴക്കാണ്, തല്ലാണ്, പല പ്രശ്നങ്ങളുമാണ്, അത്തരം സന്ദർഭങ്ങളിലാണ്. അല്ലെങ്കിൽ ഞാനത് ഡീറ്റെയിൽ പറയുന്നില്ല, മനസ്സിലാക്കാൻ പറ്റും, ശാരീരികമായ വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. ഇത് രണ്ടുമല്ലാത്തൊരു സന്ദർഭത്തിൽ സ്ത്രീ നാച്ചർ ഒരു സെക്കൻഡ് പാർട്ണറെ ആഗ്രഹിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു കാഴ്ചപ്പാട്. അതുകൊണ്ട് സ്വർഗത്തിൽ വെച്ച് വേറെ പുരുഷന്മാരെ സ്ത്രീകൾ ആഗ്രഹിക്കില്ല എന്ന്. അതേസമയം സ്വന്തം പുരുഷന്മാരെ കുറിച്ച് ഖുർആൻ പറയുന്നത്, ഭർത്താക്കന്മാരെ കുറിച്ച് പറയുന്നത് ഹും, അവരും അസ്വാജുഹും, അവരുടെ ഔദ്യോഗികമായ പത്നിമാരും അലൽ അറായിക്ക് മുത്തഖ്യൂൻ, സ്വർഗത്തിൽ ചാരുമഞ്ചങ്ങളിലായിരിക്കും, ഹാപ്പി ഫാമിലി ആയിരിക്കും എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് താനും. ഇനി മൂന്നാമത്തെ കാര്യമാണ് പൊതുവെ പഴയ കാലത്തെ ആലിമ്യങ്ങൾ പറഞ്ഞു കാണാറില്ല. പുതിയ കാലത്തെ ചില പണ്ഡിതന്മാർ, നമുക്കൊക്കെ അംഗീകരിക്കാൻ പറ്റുന്ന പണ്ഡിതന്മാർ പറഞ്ഞൊരു അഭിപ്രായം, ഹൂറുൽ ലീൻ എന്നതൊരു മലയാള വാക്കാണ്. ശ്രദ്ധിക്കണം, ഹൂറുൽ ലീൻ എന്ന് പറയുന്നത് ഒരു മലയാള വാക്കാണ്. ശരിക്കും അറബി വാക്ക് ഹൂറുൻ ഐൻ എന്നാണ്. ഈ അറബി ഖുർആന് പരിഭാഷയുടെ വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ, ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ചില മേഖല ആലോചിച്ച് നോക്കുമ്പോൾ അപൂർണം തന്നെയാണ്. അതിൽപ്പെട്ട ഒന്നാണ് ഈ ഹൂറുൻ ഐൻ എന്നതിൻ്റെ പരിഭാഷ. കണ്ണുകൾ തിളങ്ങുന്ന ആണ് എന്നാണോ പെണ്ണ് എന്നാണോ, അവിടെയും പ്രശ്നമുണ്ട്. ഹൂർ എന്ന വാക്ക്, ഇതിപ്പോൾ അറബി അറിയാത്തവർക്ക് അത്ര പെട്ടെന്ന് മനസ്സിലാവില്ല. ഹൂർ എന്ന വാക്ക് അഹ്വർ എന്ന വാക്കിൻ്റെയും ഹൗറ എന്ന വാക്കിൻ്റെയും ബഹുവചനമാണ്. അഹ്വർ എന്ന അറബ് പദത്തിൻ്റെ അർത്ഥം അഹ്വർ എന്ന അറബ് വാക്കിൻ്റെ അർത്ഥം തിളങ്ങുന്ന പുരുഷൻ എന്നാണ്. ഹൗറ എന്ന അറബ് വാക്കിൻ്റെ അർത്ഥം തിളങ്ങുന്ന സ്ത്രീ എന്നാണ്. അപ്പോൾ ഹൂർ എന്ന അറബ് പദം അഹ്വറിൻ്റെയും ബഹുവചനമാണ്, ഹൗറയിൻ്റെയും ബഹുവചനമാണ്. അപ്പോൾ ഹൂറുൻ ഐൻ എന്നുള്ളതിൻ്റെ യഥാർത്ഥ മലയാളം തിളങ്ങുന്ന കണ്ണുകളുള്ള സുന്ദരന്മാരായ പുരുഷന്മാർ എന്നും തിളങ്ങുന്ന കണ്ണുകളുള്ള സുന്ദരികളായ സ്ത്രീകൾ എന്നുമാണ് ഹൂറുൻ ഐൻ എന്ന പദത്തിൻ്റെ നേരെ മലയാളം. ഈ ചോദ്യതാണ്, അള്ളാഹുവും റസൂലും ഖുർആനിൽ മാത്രമല്ലേ ഉള്ളൂ, അപ്പോൾ അതൊരു കെട്ടുകഥയായിക്കൂടെ, അത് നമ്മൾ തന്നെ ഉണ്ടാക്കിയ കഥാപാത്രങ്ങളായിക്കൂടെ എന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല എന്നുള്ളത് എങ്ങനെയാണ് ജനറലി മനസ്സിലാക്കാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ചരിത്രം ഖുർആനും ഹദീസും അല്ലാതെ അവലംബിക്കാവുന്ന ചരിത്രങ്ങളെടുക്കുക. അപ്പോൾ നമ്മൾ ഇത്തരം വിഷയങ്ങളിൽ അവലംബിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ നേരത്തെ അവിടെ ഉദ്ധരിച്ചു, വാലിഡ് ടെസ്റ്റിമണി എന്ന് പറയുന്നത് പറഞ്ഞാൽ ലോകം അംഗീകരിക്കുന്ന ചരിത്ര രേഖകൾ, സാക്ഷ്യങ്ങൾ. അപ്പോൾ 1400 കൊല്ലം മുമ്പാണ്, ക്രിസ്തബ്ദ 570 എന്ന് പറഞ്ഞല്ലോ, ആ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട ലോക ചരിത്രങ്ങൾ. ആ ലോക ചരിത്രത്തിലൊക്കെ അറേബ്യയിൽ, ഹിജാസിൽ ഇങ്ങനെ ഒരു വ്യക്തി ജീവിച്ചിരുന്നു എന്നുള്ളത് കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ ഇനി ആ ചരിത്രത്തെ നമ്മൾ തള്ളുകയാണെങ്കിൽ അതിൻ്റെ മുമ്പുള്ളതിനെ മുഴുവനും തള്ളേണ്ടി വരും. പ്ലേറ്റോ ഇല്ല, അരിസ്റ്റോട്ടിലില്ല, ഗ്യാലനില്ല, എപ്യൂക്കറസ് ഇല്ല, തിരുക്കുറളില്ല, തിരുവള്ളവറില്ല, കാളിദാസനില്ല, ഇല്ല എന്ന് പറഞ്ഞിട്ടൊരു മാല കെട്ടേണ്ടി വരും. ലോക ചരിത്രത്തെ നമ്മൾ നിഷേധിക്കേണ്ടി വരും. യേശു ഇല്ല, മോസസ് ഇല്ല, ഒക്കെ ഇല്ല എന്ന് പറയേണ്ടി വരും. പക്ഷെ അതിനേക്കാളൊക്കെ കൃത്യമായ ചരിത്രമാണ് പ്രവാചകൻ്റെ ചരിത്രം. ഔദ്യോഗികമായി അക്കാഡമികമായി മുസ്ലിം സീറകൾ, ഇബ്നു ഇസ്ഹാഖിൻ്റെയും ഇബ്നു ഹിഷാമിൻ്റെയും സീറയേക്കാളും ലോകം അംഗീകരിക്കുന്ന ദ ഹിസ്റ്ററി ഓഫ് അറബ്സ് എന്ന് തുടങ്ങുന്ന ഫിലിപ്പ് കെ ഹിറ്റിയുടെ, എഡ്വേർഡ് ഗിബ്ബൻ്റെ, തോമസ് ആർണോൾഡിൻ്റെ, ആർണോൾഡ് ടോയൻബിയുടെ, തോമസ് കാർലയുടെ, ജനറൽ സ്ട്രീമിൽ അംഗീകരിക്കപ്പെടുന്ന മോണ്ട്ഗോമറി വാട്ടിൻ്റെ, ഫസ്റ്റ് എണ്ണേണ്ട പേര് മോണ്ട്ഗോമറി വാട്ടിൻ്റെ ഒക്കെ പ്രവാചക ലൈഫ് ഹിസ്റ്ററി, ബയോഗ്രഫി ലഭ്യമാണ്. അപ്പം അങ്ങനെയുള്ളൊരു വ്യക്തി ഒരിക്കലും കെട്ടുകഥയല്ല, ഇതൊരു വ്യക്തി തന്നെയാണ്. ആ വ്യക്തി 40 വയസ്സ് കംപ്ലീറ്റ് ആകുമ്പോൾ ഈ സമൂഹത്തിൻ്റെ ഇടയിൽ വന്ന് പറഞ്ഞ ആർഗ്യുമെൻ്റാണ്, ഒരു കൊല്ലമായി ആ വ്യക്തി ഒരു ഗുഹാൻ്റെ ഉള്ളിലാണ്, എനിക്കിങ്ങനെ ദിവ്യബോധനം ഉണ്ടായിട്ടുണ്ട് എന്ന് വന്ന് പറയുകയാണ്. അല്ലാതെ ഒരു പുസ്തകമായിട്ട് വന്നിട്ട് എനിക്ക് അള്ളാഹു തന്നു എന്ന് പറയുന്നതല്ല, എനിക്ക് ദിവ്യബോധനം ഉണ്ടായിട്ടുണ്ട്. പിന്നെ 23 കൊല്ലം അവിടെ ജീവിക്കുകയാണ്. അപ്പോൾ ആ പ്രവാചകൻ്റെ ജീവിതാനുഭവങ്ങളും പ്രവാചകൻ പറഞ്ഞു കൊടുത്ത ആയത്തുകളും അതിൻ്റെ പശ്ചാത്തലങ്ങളും ഒക്കെ ചരിത്രത്തിൽ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ നിർമ്മിച്ചതാണ് നബി ചരിത്രം. നബി ഒരു സാങ്കല്പിക കഥാപാത്രമാണ്, ഖുർആൻ നമ്മളുണ്ടാക്കിയതാണ് എന്ന് പറയുന്നത്
ഇസ്ലാമിനെ നിഷേധിക്കലോ ഖുർആനെ നിഷേധിക്കലോ അല്ല, ലോക ചരിത്രത്തെ നിഷേധിക്കലാണ്. അള്ളാഹു അറിഞ്ഞിട്ടുണ്ട്, അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ പണ്ടേ അല്ല, ഈ പണ്ടേ, നേരത്തെ, ആദ്യമേ എന്നൊക്കെയുള്ള സമയത്തിൻ്റെയും കാലത്തിൻ്റെയും സ്ഥിതികളും അവസ്ഥകളൊന്നും അള്ളാഹുവിന് ബാധകമല്ല. അതൊക്കെ നമുക്കേ ബാധകമാവുന്നുള്ളൂ. പണ്ടേ അള്ളാഹു തീരുമാനിച്ചിട്ടൊന്നുമില്ല, അള്ളാഹു തീരുമാനിച്ചിട്ടേ ഉള്ളൂ. ഇത് മനസ്സിലാക്കാൻ ഈ ചോദ്യം ഒരു പ്രസക്തമായ ചോദ്യമായതുകൊണ്ടാണ്. അള്ളാഹു നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ദ്വാരക്കുന്നത്? ഒരു മലയാളത്തിൽ ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ അത്രയാണ് ചോദ്യത്തിലുള്ളത്. ഇപ്പോൾ ഞാനതിൻ്റെ ഉത്തരം പറഞ്ഞു. ഈ നേരത്തെ എന്ന് പറയുന്ന ഒരു പ്രശ്നമല്ല അവിടെ ഉള്ളത്. അള്ളാഹു ആദ്യമേ തീരുമാനിച്ചു എന്നുള്ളത്. ഈ ആദ്യം എന്ന് പറയുന്നൊരു വിഷയം അള്ളാഹിൻ്റെ കാര്യത്തിൽ ഇല്ല. അതൊക്കെ നമുക്കേ ഉള്ളൂ. ഭൂമിയിൽ അല്ലെങ്കിൽ പ്രപഞ്ചത്തിലുള്ള സംഗതികളാണ് മുമ്പ് ശേഷം എന്നൊക്കെ പറയുന്ന സമയത്തോടും സ്ഥലത്തോടും ബന്ധപ്പെട്ട സ്ഥിതികൾ. അള്ളാഹുവിന് സ്ഥലവും സമയവും ഒന്നും ബാധകമല്ല. അതൊക്കെ അള്ളാഹിൻ്റെ സൃഷ്ടികളാണ്. അതുകൊണ്ടാണ് ഞാനെന്ത് പറഞ്ഞത്, അള്ളാഹ് നേരത്തെ തീരുമാനിച്ചിട്ട് ഭാവിയിൽ നടപ്പിൽ വരുത്തുകയല്ല, അള്ളാഹു തീരുമാനിച്ചിട്ട് നടപ്പിൽ വരുത്തുകയാണ്. ആ തീരുമാനിച്ച് നടപ്പിൽ വരുത്തുന്ന കാര്യങ്ങൾ ഭൂമിയിലുള്ളവർക്ക് അനുഭവപ്പെടുന്നത് എങ്ങനെയാണ്? ഭൂമിയിലുള്ളവർക്ക് അനുഭവപ്പെടുന്നത് ചിലപ്പോൾ പണ്ടായിരിക്കും, അല്ലെ ഇപ്പം ആയിരിക്കും, അല്ലെ പിന്നെ ആയിരിക്കും. അള്ളാഹ്ക്കത് ബാധകമല്ല. ഈ വിഷയത്തിൽ സംശയമുണ്ട് ആ വ്യക്തി കൂടുതൽ ബന്ധപ്പെടുക. അള്ളാഹു നമ്മുടെ ഈ സംഗമം, ഈ പറച്ചിൽ, ഈ കേൾവി സ്വാലിഹായ അമലായി നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ.